അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. എൻ്റെ ആച്ചൂട്ടിന് പനി പിടിച്ചു ഗൈസ്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ആച്ചൂട്ടിന് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആച്ചൂട്ടിന് ചെറുതായിട്ട് വയ്യാത്ത പോലെയൊക്കെ ആവുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ. അപ്പം ഇന്ന് നല്ല പനിയാട്ടൊന്നും സ്കൂളിലേക്കൊന്നും പോയിട്ടില്ല. ഇപ്പോഴും നന്നായി പനിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഒരു ദിവസം ഫുള്ളായിട്ട് കുട്ടികൾക്ക് പനിക്കും. ഗുളിക കൊടുത്താൽ പോലും അപ്പോഴത്തെ ഒരു കുറവ് മാത്രമുള്ള ഗുളിക കൊടുത്തിട്ടും പിന്നെ വീണ്ടും നന്നായിട്ട് പനിക്കട്ടോ. അപ്പോൾ അവൻ്റെ കണ്ണും മുഖമൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ. ഇന്ന് രാവിലെ മുതലേ മൂപ്പര് എണീറ്റിട്ടൊന്നുമില്ല. പനി അങ്ങോട്ട് മാറണില്ല. ഇപ്പോൾ പനി ഒരു ദിവസം ഫുള്ളായിട്ട് പനിക്കും. ഒരു ഒറ്റ ദിവസം കൊണ്ട് ആച്ചൂട്ടൻ്റെ കോലം കണ്ട ഇങ്ങനെ ആയിട്ട് അത്രയും പനിയാണ്. ഡോക്ടറിനൊക്കെ കാണിച്ചു. ഇന്ന് രാവിലെ തന്നെ പോയിട്ട് ഇവരെ കാണിക്കാറുള്ള ഡോക്ടറിനൊക്കെ കൊണ്ടുപോയി കാണിച്ചു. രാവിലെ 7 മണിക്ക് തന്നെ പോയി കാണിക്കാൻ. നേരത്തെ പോയി. ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നേരത്തെ പോയി ഡോക്ടറിനൊക്കെ കാണിച്ച് വന്നു. ഗുളികയും മരുന്നൊക്കെ കൊടുത്തു. എന്നിട്ട് അവന് പനിക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞത് 2 ദിവസം ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കാരണം പിന്നെ നമ്മൾ എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ പനി. അത് കാരണം ഇങ്ങനെ ഇരിക്കും. ഷാൾ പിടിച്ച് വലിക്കല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ആച്ചൂട്ടൻ്റെ അവസ്ഥ. ഇഷമോളും ഇന്ന് ചുമയും കൊണ്ടിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. ചുമക്കുണ്ട്. ഇനി പനിക്കുമെന്ന് അറിയില്ല. കുഞ്ഞൊന്ന് രാവിലെ പിന്നെ കുറേ മടി പിടിച്ച് നോക്കി സ്കൂളിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പനി വരണ പോലെ ഉണ്ട്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനെ ഓടിപ്പിച്ച് വിട്ടൂട്ടാ. ഇതാ നിൽക്കണു മടിയേ. ഇതവിടെ ഊഞ്ഞാലാടുണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എൻ്റെ കുട്ടിക്ക് ഒരു മടി ഉണ്ടായിരുന്നില്ല സ്കൂളിൽ പോവാൻ. ഇനിയിപ്പോൾ വയ്യാതാവുകയും ചെയ്തു അല്ലേ. പാട് ഒരു ചാലൊഴുകില്ല ഒരു വിത്തും വിതച്ചിൽ താനേ മുളച്ചല്ല പൊൻതകരാ. റോസ്മേരി വാട്ടർ എങ്ങനെ ഉപയോഗിക്കുക എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ഉണ്ടായിരുന്നു. റോസ്മേരി വാട്ടർ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് സത്യത്തിൽ എനിക്കും അറിയില്ല. ഞാൻ ഉപയോഗിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുളിക്കിനേക്കാളും മുന്നൊന്നല്ല കേട്ടോ റോസ്മേരി വാട്ടർ ഞാൻ ഉപയോഗിക്കുന്നത്. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനൊരു വൈകിട്ട് 4 മണി 5 മണി ആകുമ്പോൾ നന്നായി മുടിയൊക്കെ ഉണങ്ങിയതിന് ശേഷം മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്ത് മുടി പിന്നെ നന്നായി ഉണക്കും. പിന്നെ രാവിലെ കുളിക്കുമ്പോൾ അത് കഴുകിക്കളയും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ റോസ്മേരി വാട്ടർ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞിട്ടൊന്നല്ല കുളിക്കണത് കേട്ടോ. അപ്പം ഓരോരുത്തർ ഓരോ വിധത്തിലാണ് പറയുന്നത് കേൾക്കണത്. ചിലവർ പറയുന്നുണ്ട് രാത്രി കിടക്കുമ്പോഴാണ് ചെയ്യാറ് പറയുന്നുണ്ട്. ചിലവർ പറയുന്നുണ്ട് രാവിലെ കുളിക്കണേക്കാളും മുന്നേ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എന്തായാലും എങ്ങനെയാണെങ്കിലും ഇത് തലയിൽ തേച്ചിട്ട് കുളിക്കണം എന്നൊന്നുമില്ല തോന്നുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ബാഡ് സ്മെല്ലൊന്നുമില്ല. നല്ല മണം തന്നെയാണ് ഉള്ളത്. പിന്നെ എന്താ പറയുക, എണ്ണ ഒന്നല്ലല്ലോ, വെള്ളമല്ലേ. അത് കാരണം ഇനിയിപ്പോൾ കുളിക്കണമെന്ന് എനിക്ക് അറിയില്ല, കറക്റ്റായിട്ട് അറിയില്ല. നിങ്ങളെന്തായാലും യൂട്യൂബിലൊക്കെ ഒന്ന് അടിച്ച് നോക്കി നോക്ക്, സെർച്ച് ചെയ്തിട്ട് ചെയ്താൽ മതി. എന്തായാലും നല്ല സംഭവമാണ് കേട്ടോ. അപ്പോൾ അതിനെ കുറിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നത് നമ്മൾ ആ വീഡിയോ ഇട്ടതിന് ശേഷം. അപ്പോൾ എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അതിനൊന്നും മറുപടി പറയാത്തതും കമൻറ്റ് ചെയ്യാത്തതൊക്കെ. അപ്പോൾ ഞാനിന്ന് അടിച്ചു നോക്കിയപ്പോൾ ചിലവർ ഞാൻ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കുന്നുണ്ട്. രാത്രി കിടക്കുമ്പോൾ തേക്കുന്നവരുണ്ട്. ഇപ്പോൾ നീർക്കെട്ടുള്ളവർക്ക് ചിലപ്പോൾ തലയിൽ വെച്ചിട്ട് രാത്രി കിടന്നുറങ്ങുമ്പോൾ രാവിലേക്ക് ചിലപ്പോൾ നീർക്കെട്ട് വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇന്നലത്തെ വീഡിയോയിൽ റഷിക്ക് എന്നെ 2-3 സ്ഥലത്ത് ഇങ്ങനെ പിച്ചണ പാകണ്ടായിരുന്നു. അത് ബോറാ പറഞ്ഞിട്ടൊരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ നോക്കിയാലും പിച്ചിട്ടാണ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിച്ചുള്ളൂ, അല്ലെങ്കിൽ ഇക്കിളിയാക്കും, പിച്ചും, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ കുറേ സ്ഥലത്ത് അതൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 1-2 സ്ഥലത്തൊക്കെ അത് അവിടെ എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറേ കളഞ്ഞു അങ്ങനത്തെ. അപ്പോൾ അത് 2 അവിടെ അപ്പം വിചാരിച്ചു വേറെ വൃത്തികേടൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാട്ടോ. അപ്പോൾ ബോറാന്ന് പറഞ്ഞു. അപ്പോൾ അത് എല്ലാവർക്കും ബോറായിട്ട് തോന്നിച്ചെങ്കിൽ നമ്മൾ വീഡിയോയിൽ അങ്ങനെ ഉൾപ്പെടുത്തില്ല കേട്ടോ. ഇഷമോൾക്കും പനി പിടിച്ചു ഗൈസ്. ഇഷമോളും പനി പിടിച്ച് കിടക്കുകയാണ്. ഇന്ന് സ്കൂളിലേക്കൊന്നും പോയിട്ടില്ല. ആച്ചുട്ടനും ഉറങ്ങുക തന്നെയാണ് കേട്ടോ. ആച്ചുട്ടനും വയ്യ. ആച്ചുട്ടൻ്റെ പനിക്കും വലിയ കാര്യമായിട്ടാണ് കുറഞ്ഞിട്ടൊന്നുമില്ല. 2 ദിവസം നല്ല പനി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. ഇഷമോളനെ ഡോക്ടറെ കാണിച്ചിട്ടില്ല. ഇഷമോൾക്ക് ഞാൻ അവൻ്റെ ഗുളികയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി കുറവില്ലെങ്കിൽ ഇന്ന് വൈകിട്ട് കൊണ്ടുപോയി കാണിക്കണം. അപ്പം 2 ആൾക്കും പനി പിടിച്ചു കേട്ടോ. അപ്പം ഞാനൊരു കാര്യം പറയാൻ വെച്ചിട്ട് ഇങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു കമൻറ്റ് കണ്ടായിരുന്നു, കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ അത് എനിക്കും വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് പിച്ചാൻ പാടില്ല, ഇങ്ങനെയൊന്നും പാടില്ല മക്കളുടെ മുന്നിൽ വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ട്. മക്കളുടെ മുന്നിൽ വെച്ചിട്ട് തല്ലുകൂടാൻ പാടില്ല, അത് കേട്ടിട്ടുണ്ട്. മക്കളുടെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ അടികൂടാൻ പാടില്ല, അവർക്ക് ഒരു പേടി വരും, അവരുടെ മനസ്സിനത് ബാധിക്കും. അപ്പോൾ അതൊന്നും ചെയ്യാൻ പാടില്ല. കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഭാര്യയും ഭർത്താവാണെങ്കിലും സ്നേഹിക്കണം, അത് അവർ കാണണം. നമ്മൾ പിച്ചിയതും നുള്ളിയതും ദേഷ്യം കൊണ്ടല്ല, അതൊരു ചിരിയും കളിയിലും ഉള്ളതാണ്. ഞാൻ കുറേ ഇന്നലെ അത് ഞാൻ മുന്നേ പറഞ്ഞു ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അതിൽ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് നമുക്ക് കളിക്കാനും ചിരിക്കാനും അങ്ങനെ പാടില്ല. നമ്മൾ വേണ്ട വേറൊന്നും അങ്ങനെയൊന്നും പാടില്ല. പക്ഷേ എന്താ പറയുക, ഇതിനൊന്നും വലിയ പ്രശ്നമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയില്ല, നിങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യണം. അപ്പം എല്ലാവരുടെയും അഭിപ്രായം ഒന്ന് അറിയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ എല്ലാവരുടെയും അഭിപ്രായം എന്താണെന്നുള്ളത് അറിയാലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ നേരത്തെ കമൻറ്റിൻ്റെ അടിയിൽ അപ്പം തന്നെ ഞാൻ മറുപടി അയച്ചു. എന്താ കുഴപ്പം എന്ന് ചോദിച്ചിട്ട് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. അറിയാത്തതുകൊണ്ട് ചോദിക്കുക പറഞ്ഞിട്ട് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ കുഴപ്പമൊന്നും എനിക്കും അറിയില്ല. ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിൽ വേറെ ഒന്നും ഇല്ല. അപ്പോൾ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് അങ്ങനെയൊന്നും പാടില്ല, അത് ബോറായി എന്നൊക്കെ പറഞ്ഞു. ബോറാണെങ്കിൽ ഓക്കെ ശരി, അത് കാണുന്നവർക്ക് എന്താ പറയുക, എന്താ ബഹുജനം പലവിധം എന്നൊക്കെ പറയില്ലേ, അതുപോലെ പല ആൾക്കാർക്കും പലതുമല്ല തോന്നുക. അപ്പം എല്ലാവർക്കും എന്താ തോന്നുകയെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പം എന്താണെങ്കിലും അത് ബോറാണെങ്കിൽ ശരി, അത് പറഞ്ഞത് ഓക്കെ. പക്ഷേ പാടില്ല എന്ന് പറഞ്ഞത് എനിക്ക് അങ്ങനെ ആണ് മനസ്സിലായിട്ടില്ല. അപ്പോൾ അതെന്താണെന്നുള്ളതും കൂടി എല്ലാവരുടെയും അഭിപ്രായമൊക്കെ ഒന്ന് അറിയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതിന് വേണ്ടിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ എന്താണെന്നുള്ളത്. അങ്ങനെ പാടായുണ്ടോ എന്നുള്ളത് എനിക്കറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും. പിന്നെ ഡ്രസ്സൊക്കെ മാറിയിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു മരുന്ന് മേടിക്കാണ്ട്, കുട്ടികൾക്ക് ലിസ്റ്റിൽ ഒരു മരുന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഡ്രസ്സ് മാറിയിട്ടിരിക്കുന്നത്. അപ്പോൾ റേഷിക്കാനും ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ആൾ കുളിച്ചിട്ടില്ല. എൻ്റെ പണികളൊക്കെ നേരത്തെ കഴിഞ്ഞപ്പോൾ ഞാൻ കുളിച്ചു, മൈലാഞ്ചി ഇട്ടുവിടാം മൂസിനിട്ടാൻ എന്താന്ന് താത്താടെ വീട്ടിൽ പോയപ്പോൾ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. വണ്ടിയിൽ പോയിട്ട് വേഗം വരാമല്ലോ. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട്, എപ്പോഴും കമൻറ്റ് ചെയ്യുന്നുണ്ട്, റഷിക്കാക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലേന്ന്. റഷിക്കാക്ക് കാർ ഓടിക്കാൻ അറിയാം. കാർ അവിടെ ഡ്രൈവറാണ്, ഹൗസ് ഡ്രൈവറാണ്. കാറിൻ്റെ ലൈസൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ സ്കൂട്ടി ഓടിക്കാൻ അറിയില്ല. അത് എന്താണെന്ന് എനിക്കും അറിയില്ല. അതൊരു കേട്ടിട്ട് ചിരി വരൂല്ലേ, കാർ ഓടിക്കുന്ന ആൾക്ക് സ്കൂട്ടി ഓടിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്കൂട്ടി ഓടിക്കുക ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ സ്കൂട്ടിമേ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്കൂട്ടി ഓടിക്കാൻ അറിയില്ല. അപ്പോൾ ഒരു പേടി മൂപ്പർക്ക് പഠിക്കാൻ. അപ്പോൾ കുറേ പേരായി ചോദിക്കുന്നു അറിയില്ലേ എന്ന്. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചു. എന്നും കമൻറ്റ് വരും സ്കൂട്ടി ഓടിക്കാൻ അറിയില്ലേ ചോദിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നേരിൽ പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.